പാലക്കാട്ടിലെ ജനങ്ങളും അതുപോലെ തന്നെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ്സുകാരും വിജയിച്ചു. പക്ഷേ സതീശൻ തോറ്റു. പത്മവ്യൂഹത്തിൽ നിന്നും രാഹുൽ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. രാഹുൽ വരുമോ ഇല്ലയോ എന്നുള്ളവർക്ക് ശക്തമായ മറുപടി നൽകി കേരളത്തിലെ യുവാക്കളുടെ, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് ശബ്ദമായി കേരള നിയമസഭയിൽ രാഹുൽ മുഴങ്ങാൻ പോവുകയാണ്. ഈ തിരിച്ചടിയിൽ നിന്നും അദ്ദേഹം ഉയർത്തെഴുന്നേറ്റത് പുതിയൊരു പാതയിലേക്കാണ്, പുതിയൊരു നിയോഗത്തിലേക്കാണ്. എതിരാളികളെ ചങ്കൂറ്റം നേടുന്ന, ധൈര്യത്തോടെ നേടുന്ന ഒരു യുവസമൂഹം കേരളത്തിൽ വളർന്നു വരുന്നു. ഷാഫി പറമ്പിലും അബിൻ വർക്കിയും ഷിൻഡോ ജോണും പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരുള്ള കാലത്തോളം കിഴവൻ നേതൃത്വങ്ങൾ ഇപ്പോൾ പേടിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് വീട്ടിലിരിക്കാൻ സമയമായി. അതാണ് രാഹുൽ മാങ്കൂട്ടം നൽകുന്ന പാഠം. രാഹുൽ മാങ്കൂട്ടം കേരളത്തിലെത്തി തീർച്ചയായും കേരള നിയമസഭയിലെത്തി തീർച്ചയായും പാലക്കാടുകാർക്ക് അഭിമാനിക്കാം. കാരണം അവർക്കൊരു ജനപ്രതിനിധി നിയമസഭയില്ലാത്തത് വളരെ ബുദ്ധിമുട്ടാക്കുന്നത്. അവരുടെ പ്രശ്നങ്ങൾ ഇനി ആര് പറയും എന്നുള്ളിടത്താണ് രാഹുലിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നിലനിൽക്കുന്നത്. അദ്ദേഹം ധൈര്യം കാണിച്ചു, അദ്ദേഹം നിയമസഭയിലെത്തിയിരിക്കുന്നു. എന്തായാലും രാഹുലിന് അഭിനന്ദനങ്ങളുടെ പ്രവാഹമാണ് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന്.